അപ്പോൾ എൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അങ്ങനെ ലിപ്സ്റ്റിക് കുറച്ച് കുറഞ്ഞു പോയി, എങ്ങനെ ലിപ്സ്റ്റിക് കുറച്ചും കൂടി ഇടുകയാണ്. എന്നിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ പോകുന്നത് മധൂർ ടെമ്പിളിലാണ്, കാസർഗോഡുള്ള മധൂർ ടെമ്പിളിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ അവിടുന്ന് പോകുന്ന വഴിക്ക് നമ്മൾ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അമ്പലത്തിലോട്ട് പോയി. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എപ്പോൾ നോക്കിയാൽ ആൾക്കാരായിരിക്കും. കാരണം കാസർഗോഡ് ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിളാണ് കേട്ടോ മധൂർ ടെമ്പിൾ. അപ്പോൾ കാലൊക്കെ കഴുകിയിട്ട് നമ്മൾ ഉള്ളിലോട്ടേക്ക് പോവുകയാണ്. 11 മണി അങ്ങനെ ആകുമ്പോഴായിരുന്നു നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്പലത്തിൽ പൂജയും കാര്യങ്ങളൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ തൊഴുകയാണ് കേട്ടോ, എല്ലായിടത്തും പോയിട്ട് തൊഴുതു. ഈ അമ്പലം കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ, ഭയങ്കര രസമാണ് കേട്ടോ. അവിടെ പോയാൽ തന്നെ നമുക്ക് ടൈം പോകുന്നതേ അറിയില്ല, അത്രയ്ക്കും മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവും. കൊഞ്ഞൂട്ടൻ എല്ലായിടത്തും തൊഴുതിട്ടൊന്നും ഇങ്ങനെ പൈസ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ പൂജ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ അമ്പലത്തിൻ്റെ ഭംഗിയും ഓരോരോ കൊത്തുപണികളും ഒക്കെ ശ്രദ്ധിക്കുകയായിരുന്നു കേട്ടോ ഈ പൂജ നടക്കുന്ന സമയത്തും. ഇവിടെ മെയിൻ പ്രതിഷ്ഠയായിട്ട് വരുന്നത് ശിവനും ഗണപതിയുമാണ്. പൂജയൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞു, പൂജയും കഴിഞ്ഞു, നമ്മൾ ഭക്ഷണം കഴിക്കാൻ കേട്ടോ. നല്ല ഫുഡായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ പൂജയ്ക്കുണ്ടല്ലോ ചെണ്ട കൊട്ടുന്ന സൗണ്ട് കേട്ടിട്ടാ ഒരാൾ ചെണ്ടയും വാങ്ങിച്ചിട്ട് കൊട്ടുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിൽ പോയിട്ട് നമ്മൾ കുറച്ച് സമയം കിടന്നു, റെസ്റ്റൊക്കെ എടുത്തു. ഇനി ഞാൻ പറയുന്ന കാര്യമുണ്ടല്ലോ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സർപ്രൈസിന്റെ കാര്യമാണ് കേട്ടോ. ഈ കാണുന്ന ആളുണ്ടല്ലോ എൻ്റെ ഹസ്ബൻഡ്, എനിക്ക് തന്ന അടിപൊളിയായിട്ടുള്ള ഒരു സർപ്രൈസിന്റെ കാര്യമാണ് ഇനി ഞാൻ പറയുന്നത്. എൻ്റെ ബർത്ത്ഡേയുടെ തലേ ദിവസം രാത്രി ഉണ്ടല്ലോ ശ്രീജോട്ടന്റെ ഫ്രണ്ട് ശ്രീജോട്ടിന് ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അയച്ചിട്ടുള്ള വോയിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീജോട്ടാ ഞാൻ നാളെ ഒരു വണ്ടി എടുക്കുന്നുണ്ട്, അപ്പോൾ എൻ്റെ ഒന്നിച്ചൊന്ന് വരണം, നാളെ 3 മണിക്കാണ് വണ്ടി ഇറക്കുന്നത്, അപ്പോൾ ഷോറൂമിലേക്ക് ഒന്ന് വരണം എന്നാണ് ശ്രീജോട്ടിന് അയച്ച മെസ്സേജ്. അപ്പോൾ തലേ ദിവസം ഹസ്ബൻഡ് എന്നോട് പറയുകയും ചെയ്തു, ആദ്യം പുതിയ വണ്ടി എടുക്കുന്നുണ്ട്, അവൻ ഒന്നിച്ച് പോയിട്ട് ഷോറൂമിൽ വണ്ടി ഇറക്കണം. അപ്പോൾ നമ്മൾ രാവിലെ മധൂർ അമ്പലത്തിൽ പോകുന്ന സമയത്തും ഇവർ സെയിം ഈ ടോപ്പിക് എടുത്തിട്ടു, വണ്ടി എടുക്കണം, വണ്ടി ഇറക്കാനുണ്ടെന്ന്, 3 മണിക്ക് ഇറക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നെയും കൂട്ടിയിട്ട് ഇവർ പോയി. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ കാറിലിരിക്കെ, നമ്മൾ പോയിട്ട് അതിന്റെ പേപ്പേഴ്സ് ഒക്കെ ശരിയാക്കിയിട്ട് വരട്ടെ പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ നോർമലി ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ടുണ്ടല്ലോ ഇവർ എന്റെ കാറിൽ ഇരുത്തി. അപ്പൊ ഞാൻ കാറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, സെൽഫി എടുക്കുകയാണ് എന്നും എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് ഒരു ഡൗട്ട് പോലും അടിച്ചില്ല. കാരണം എനിക്ക് ഓൾറെഡി ഒരു ഡിയോ വണ്ടി ഉണ്ട്, എനിക്കിപ്പോൾ വണ്ടി എടുക്കും അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ കാറിൽ നിന്ന് ഇറങ്ങുക പറഞ്ഞു. അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രീജോടൻ എൻ്റെ വീഡിയോ എടുക്കുന്നു. അപ്പം എനിക്ക് ചെറിയ ഡൗട്ടായി, ഇതെന്താ വീഡിയോ എടുക്കുന്നത്. പിന്നെ എൻ്റെ മനസ്സിൽ നല്ലോണം ആകാംക്ഷ കൂടി, ഇതെനിക്കാണോ വണ്ടി, എന്ത് വണ്ടിയായിരിക്കും എടുത്തിട്ടുണ്ടാവുക. ഒരു ചർച്ചയോ ഒന്നും ഉണ്ടായിരുന്നില്ല, എന്ത് വണ്ടിയായിരിക്കും, എനിക്കായിരിക്കോ വണ്ടി, അങ്ങനെയുള്ള എന്തൊക്കെയോ ഡൗട്ടായിരുന്നു തലയിൽ. പിന്നെ അവിടെ എല്ലാവരും ചിരിയും എല്ലാം കാണുമ്പോൾ എനിക്ക് അറിഞ്ഞത് എനിക്ക് തന്നെയാണ് എന്നുള്ളത്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ഭംഗിയുണ്ട് വണ്ടി കാണാൻ വേണ്ടിയിട്ട്, നല്ല റെഡ് കളറൊക്കെ ആയിട്ട്, സെയിം റെഡ് കളർ തന്നെ ഹെൽമെറ്റും ആണ്. നമ്മളുടെ ഫ്രണ്ട് അനീഷേട്ടനുണ്ട്, ആള് യമഹയുടെ ഷോറൂമിൽ വർക്ക് ചെയ്യുന്നതാണ്. ആളാണ് കേട്ടോ വണ്ടിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രീജോട്ടിനെ ഹെൽപ്പ് ചെയ്തത്. പിന്നെ നമ്മൾ പോകുമ്പോൾ എന്താണെന്നറിയില്ല, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു സങ്കടമായി എനിക്ക് എന്തിനാ ഇപ്പോൾ ഇതുപോലത്തെ ഒരു വണ്ടി, എനിക്ക് വണ്ടിയുടെ ഒരു ആവശ്യമില്ലല്ലോ ഇപ്പോൾ. അപ്പം അങ്ങനെയുള്ള എന്തൊക്കെയോ മനസ്സിലെന്തൊക്കെയോ വന്നു. പെട്ടെന്ന് ഭയങ്കര എനിക്ക് എന്തോ സങ്കടമായി. അങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചു നോക്കി, അടിപൊളിയാണ് ഓട്ടാനൊക്കെ, വെയിറ്റ്ലെസ് ആണ്. അങ്ങനെ രാത്രി ആയപ്പോൾ നമ്മൾ നേരെ കാസർഗോഡുള്ള ഹോഞ്ചോയിലോട്ട് പോയി. ഹോഞ്ചോയിൽ പോയിട്ട് ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചിട്ട് വീട്ടിലോട്ട് പോവാന്നായിരുന്നു പ്ലാൻ. അങ്ങനെ ചെറിയ രീതിക്ക് ഒരു സെലിബ്രേഷൻ ആയിരുന്നു. നമ്മൾ ഫ്രണ്ട്സ് മാത്രമായിട്ട് ചെറിയ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. Happy birthday dear Jijo, happy birthday to you.
മണിയേട്ടൻ പാടുന്നത് കേട്ടിട്ട് കുഞ്ഞൂട്ടനും ഹാപ്പി ബർത്ത്ഡേ പാടുകയാണ് കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞു. മണിയേട്ടൻ എനിക്ക് നല്ലൊരു ചോക്ലേറ്റ് ഒക്കെ ഗിഫ്റ്റ് ചെയ്തു. അങ്ങനെ കേക്ക് എല്ലാവരും മുറിച്ച് കഴിച്ചതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇത് എൻ്റെ ഒരു ദിവസമാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് മിനിറ്റിൽ ഒരു വീഡിയോ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.